Hi friends, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സീവേജ് ട്രീറ്റ്മെന്റിന്റെ സ്റ്റെപ്പുകളാണ്. സീവേജ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എഫ്ലുവന്റ് ട്രീറ്റ്മെന്റിനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി ട്രീറ്റ്മെന്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആൻഡ് ടെർഷ്യറി ട്രീറ്റ്മെന്റ്. സോ ഫസ്റ്റ് ഈസ് പ്രൈമറി ട്രീറ്റ്മെന്റ്. പ്രൈമറി ട്രീറ്റ്മെന്റിൽ ആദ്യം തന്നെ സ്ക്രീനിങ് ആണ്, അടുത്തത് സെഡിമെന്റേഷൻ. ഇപ്പോൾ സ്ക്രീനിങ്ങിൽ ചെയ്യുന്നത് സീവേജ് നമ്മളൊരു വലിയ ബാർ സ്ക്രീൻ അല്ലെങ്കിൽ മെഷ് സ്ക്രീനിൽ കൂടി പാസ് ചെയ്യുന്നു. സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഇമ്പ്യൂർ ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ സീവേജ് വാട്ടർ ആണല്ലോ നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിനകത്തുള്ള വലിയ കല്ലുകൾ, എന്തെങ്കിലുമൊക്കെ തടി കഷ്ണങ്ങൾ, ഇലകൾ അങ്ങനെയൊക്കെ ഉള്ളതുണ്ടെങ്കിൽ ആ ഒരു ലാർജ് സ്ക്രീനിൽ കൂടി പാസ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വലിയ പാർട്ടിക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. അടുത്തത് സെഡിമെന്റേഷൻ. സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാനാണ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്തിരിക്കുന്ന സബ്സ്റ്റൻസ് ഒക്കെ ഈ രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഇതിന് ചെയ്യുന്നത് വാട്ടർ കുറച്ച് നേരം ഒരു വലിയ ടാങ്കിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടി അനുവദിക്കുകയാണ്, അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുക. അപ്പോൾ നമുക്കറിയാം, നമ്മൾ വേനൽക്കാലത്തൊക്കെ ഇപ്പോൾ കിണറ്റിൽ നിന്നൊക്കെ വെള്ളം കോരി എടുക്കുമ്പോൾ ചെളിയൊക്കെ കാണും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, വെള്ളം കളയല്ല, പകരം അത് കുറച്ച് നേരം ഒന്ന് സെറ്റിൽ ചെയ്യാൻ വെക്കും. എന്നിട്ട് മുകളിൽ നിന്ന് ആ നല്ല വാട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കും, അല്ലേ? അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്രോസസ്സ് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വാട്ടർ ഒരു വലിയ ടാങ്കിൽ വെച്ചിരുന്നാൽ മുകളിൽ നമുക്ക് വെള്ളം എടുക്കുകയും ചെയ്യാം, താഴെ ഭാഗത്ത് ആ ഒരു സബ്സ്റ്റൻസ് ഒക്കെ സെറ്റിൽ ചെയ്യുകയും ചെയ്യും. ഇനി ഇത്തരത്തിൽ സെറ്റിൽ ചെയ്യാത്ത ഏതെങ്കിലും വളരെ ചെറിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഫോഴ്സ്ഫുള്ളി സെറ്റിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആലംസ് ഒക്കെ പോലുള്ള കൊയാഗുലൻസ്. ഓക്കെ, ഇത്തരത്തിലുള്ള ആലംസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരം വെച്ച് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പോലും പറ്റാത്ത ചെറിയ പാർട്ടിക്കിൾസ് പോലും വാട്ടറിൽ സെറ്റിൽ ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ പാർട്ടിക്കിൾസിനെ ഒക്കെ സെറ്റിൽ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. അടുത്തത് സെക്കൻഡറി ട്രീറ്റ്മെന്റ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഈ പ്രോസസ്സിൽ എയറോബിക് ഓക്സിഡേഷൻ ഓഫ് സീവേജ് ആണ് നടക്കുന്നത്. ഈ പ്രോസസ്സിൽ കാർബൺ ആൻഡ് നൈട്രജൻ ഇൻ സീവേജ് ഗെറ്റ് ഓക്സിഡൈസ്ഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് അമോണിയ. അമോണിയ ഓൺ ഫർദർ ഓക്സിഡേഷൻ പ്രൊഡ്യൂസസ് നൈട്രൈറ്റ്സ് ആൻഡ് നൈട്രൈറ്റ്സ്. അപ്പോൾ ഇവിടെ ബയോളജിക്കൽ ഓക്സിഡേഷൻ അല്ലെങ്കിൽ എയറോബിക് ഓക്സിഡേഷൻ ആണ് നമ്മളിവിടെ നടത്തുന്നത്. ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അതിന് ഒന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ആണ്. ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഈ പ്രോസസ്സിൽ സീവേജിന്റെ എയറോബിക് ഓക്സിഡേഷൻ ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ പ്രസൻസിൽ നമ്മൾ നടത്തുന്നു. അപ്പൊ അതിൽ എയറോബിക് ബാക്ടീരിയ ഉണ്ടായിരിക്കും. ഈ എയറോബിക് ബാക്ടീരിയ നമ്മുടെ വാട്ടറിലുള്ള സീവേജ് വാട്ടറിലുള്ള ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ ഓക്സിഡൈസ് ചെയ്യുന്നു. ദാറ്റ് ഇസ് ആൻ എയറോബിക് ഓക്സിഡേഷൻ. ഓക്കെ, അടുത്തത് ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്സ്. ഒരു ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് തന്നെയാണ്. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിൽറ്റർ യൂസ് ചെയ്താണ് ഇത്തരത്തിലുള്ള ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്സ് ചെയ്യുന്നത്. ആ ഫിൽറ്ററിന്റെ പേരാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ. അപ്പോൾ വാട്ടർ ഈ രീതിയിൽ സീവേജ് ഡിസ്ട്രിബ്യൂട്ടർ ആണിത്. അപ്പോൾ ഈ ആം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് നമ്മുടെ സീവേജ് ഇൻലെറ്റ് ഇതാണ്. അപ്പോൾ സീവേജ് വാട്ടർ അകത്തേക്ക് കയറുന്നു, ഈ ആം റൊട്ടേറ്റ് ചെയ്യുന്നു, വെള്ളം താഴേക്ക് വീഴുന്നു. ഇതൊരു ഫിൽറ്ററിംഗ് മീഡിയ കൂടി കടന്നുപോയി വാട്ടർ ഓക്സിഡേഷനൊക്കെ നടന്ന് പുറത്തേക്ക് വരുന്നു. ഇതാണ് ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്സിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഈ ഒരു ആം കറങ്ങി വീഴുന്ന ആ വെള്ളം വീഴുന്ന അവിടെ ഫിൽറ്റർ മീഡിയ ഉണ്ടായിരിക്കും. അതായത് കുറച്ച് കല്ലുകളും ഗ്രാവൽസ്, മെറ്റൽ, അങ്ങനെ പല ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസുകൾ അവിടെ പല ലെയറുകളായിട്ടുണ്ടായിരിക്കും. അതിൽ കൂടിയാണ് നമ്മുടെ ഈ ഒരു സീവേജ് വാട്ടർ പാസ് ചെയ്യുന്നത്. അങ്ങനെ പാസ് ചെയ്ത് ഫിൽറ്റർ ചെയ്ത് എയറോബിക് ഓക്സിഡേഷൻ കൂടി നടന്നിട്ടാണ് താഴേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ എയറോബിക് ഓക്സിഡേഷൻ നടത്തണമെങ്കിൽ അവിടെ എന്ത് വേണം? എയറോബിക് ബാക്ടീരിയ വേണം. ഇത്തരത്തിലുള്ള ബയോളജിക്കൽ ഓക്സിഡേഷൻ നടന്ന് സീവേജ് വാട്ടർ പുറത്തേക്ക് വരുന്നു, ട്രീറ്റഡ് സീവേജ് വാട്ടർ. അടുത്തത് USAB പ്രോസസ് അല്ലെങ്കിൽ അപ്ഫ്ലോ അൺഎയറോബിക് സ്ലഡ്ജ് ബ്ലാങ്കറ്റ് പ്രോസസ്. ഇതൊരു അൺഎയറോബിക് ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പൊ നമ്മൾ കണ്ടതെല്ലാം എയറോബിക് ട്രീറ്റ്മെന്റുകളായിരുന്നു, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സ്, ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ് ഒക്കെ. പക്ഷേ നമ്മുടെ USAB പ്രോസസ് ഒരു അൺഎയറോബിക് ട്രീറ്റ്മെന്റ് ആണ്. ഈ ട്രീറ്റ്മെന്റിൽ എഫ്ലുവന്റ് റിയാക്ടറിന്റെ ബോട്ടത്തിൽ നിന്നാണ് വരുന്നത്. അതായത് അത് മേളിലേക്ക് മൂവിങ് അപ്വേർഡ് ത്രൂ സ്ലഡ്ജ് ബ്ലാങ്കറ്റ്. എന്നിട്ട് സ്ലഡ്ജ് ബ്ലാങ്കറ്റിൽ ബയോളജിക്കൽ ഗ്രാന്യൂൾസ് ഉണ്ട്. അതിനകത്ത് ലാർജ് നമ്പർ ഓഫ് ബാക്ടീരിയ ഉണ്ട്. ദെൻ ഈ ബയോളജിക്കൽ ഗ്രാന്യൂൾസും അൺഎയറോബിക് ബാക്ടീരിയ ആയിട്ടുള്ള ഒരു കോണ്ടാക്റ്റിൽ വരുമ്പോൾ അൺഎയറോബിക് ഓക്സിഡേഷൻ നടക്കുന്നു, മീഥേൻ പോലുള്ള ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ ആണ് നമ്മുടെ സീവേജ് വാട്ടർ അകത്തേക്ക് വരുന്നത്. ഇവിടെ സ്ലഡ്ജ് ഉണ്ട്, ദെൻ അൺഎയറോബിക് ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ സീവേജ് വാട്ടറിലുള്ള നമ്മുടെ ബയോളജിക്കൽ വേസ്റ്റിനെ എല്ലാം ഓക്സിഡേഷൻ നടത്തുന്നു. അൺഎയറോബിക് ഓക്സിഡേഷൻ നടന്ന് ട്രീറ്റഡ് എഫ്ലുവന്റ് പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിൽ അൺഎയറോബിക് ഓക്സിഡേഷൻ നടക്കുമ്പോൾ മീഥേൻ പോലുള്ള ഗ്യാസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബയോഗ്യാസ് ആണ്. ഈ ബയോഗ്യാസ് കുക്കിങ്ങിനൊക്കെ നമുക്ക് ഫ്യൂവലായിട്ട് യൂസ് ചെയ്യാനും പറ്റും.
ഓക്കെ, അതാണ് സെക്കൻഡറി പ്രോസസ്സ്. അടുത്തത് ടെർഷ്യറി ട്രീറ്റ്മെന്റ്. ടെർഷ്യറി ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സീവേജ് ട്രീറ്റ്മെന്റിന്റെ അഡ്വാൻസ്ഡ് ഫേസ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. 3 ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സുകളാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് പ്രസിപ്പിറ്റേഷൻ. ഈ പ്രോസസ്സിൽ എഫ്ലുവൻ്റ്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ എഫ്ലുവൻ്റ് കാൽഷ്യം ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഫോസ്ഫറസ് കാൽഷ്യം ഫോസ്ഫേറ്റ് ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അടുത്തത് നൈട്രജൻ സ്ട്രിപ്പിംഗ്. ഇവിടെ അമോണിയ ഗ്യാസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബഫൽ പ്ലേറ്റ്സിൽ കൂടി നമ്മുടെ ഈ ഒരു എഫ്ലുവൻ്റ് പാസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അമോണിയയ്ക്ക് ലോവർ ഡെൻസിറ്റി ആണ് എയറിനേക്കാളും ഉള്ളത്. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ മേളിൽ വന്നാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതാണ് നൈട്രജൻ സ്ട്രിപ്പിംഗ്. ഓക്കെ, ദെൻ അടുത്തതുള്ളത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഈ വെള്ളം നമ്മൾ ഡിസിൻഫെക്ഷൻ നടത്തിയിട്ട് മാത്രമേ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കളയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയും പ്രോസസ്സുകൾ കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം അതിലുള്ള ബയോളജിക്കൽ സബ്സ്റ്റൻസുകളും എല്ലാം റിമൂവ് ആയിട്ടുണ്ടാവും. അൺവാണ്ടഡ് ഗ്യാസസ് റിമൂവ് ആയിട്ടുണ്ടാവും. ഇനി ക്ലോറിനേഷൻ ഒക്കെ പോലുള്ള ഏതെങ്കിലും ഒരു ഡിസിൻഫെക്ഷൻ മെത്തേഡ് കൂടി നടത്തി കഴിയുമ്പോൾ വെള്ളം അത്യാവശ്യം പ്യുവർ ആവും. നമുക്ക് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ സീവേജ് വാട്ടറിൽ നിന്ന് രോഗങ്ങളൊന്നും ഉണ്ടാവാതെ പാതജൻസ് ഒന്നും പുറത്തേക്ക് വരാത്ത രീതിയിൽ വെള്ളം ക്ലിയർ ആവും. അപ്പോൾ ആ വെള്ളം നമുക്ക് വേണമെങ്കിൽ എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഫ്ലോ ഡയഗ്രം. ഫ്ലോ ഡയഗ്രം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ റോ സീവേജ് പ്രൈമറി ട്രീറ്റ്മെന്റ് ആണ് ആദ്യത്തെ. എന്തൊക്കെയാണ് ചെയ്യുന്നത്? സ്ക്രീനിങ് നടത്തുന്നു. ദെൻ അതിനുശേഷം സെഡിമെന്റേഷൻ നടത്തുന്നു. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ സെറ്റിലിങ്. അതിനുശേഷം നമുക്ക് കൊയാഗുലൻസ് ആഡ് ചെയ്ത് ഫോഴ്സ്ഫുള്ളി സെറ്റിൽ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇനി സെക്കൻഡറി ട്രീറ്റ്മെന്റ് ബയോളജിക്കൽ പ്രോസസ് ആണ്. ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ് ഉണ്ട്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ് ഉണ്ട്, USAB ഉണ്ട്. USAB മാത്രം അൺഎയറോബിക് ആണ്. ബാക്കി ട്രിക്ലിംഗ് ഫിൽറ്റർ പ്രോസസ്സും ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സും എയറോബിക് ട്രീറ്റ്മെന്റ് ആണ്. ദെൻ ടെർഷ്യറി ട്രീറ്റ്മെന്റിൽ പ്രസിപ്പിറ്റേഷൻ, നൈട്രജൻ സ്ട്രിപ്പിംഗ് ആണുള്ളത്. അതിനുശേഷം ഡിസിൻഫെക്ഷൻ കൂടി നടത്തിയാണ് ആ വെള്ളം പ്യുവർ ആക്കുന്നത്.